നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? എന്തായാലും സ്വർണ്ണ വർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ ഹാപ്പി ഈസ്റ്റർ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഈസ്റ്റർ സെലിബ്രേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും. അപ്പോൾ സെലിബ്രേഷൻ്റെ ആകാനാണ് ഞാനും സ്വർണ്ണവർഷം ഇങ്ങനെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണവർഷം എന്താണെന്നറിയാലോ? സ്വർണം തരിക, സ്വർണത്തിൻ്റെ മഴ. ആ പേര് പോലെ തന്നെയാണ്. അതായത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെയും ബാക്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് നമ്പേഴ്സ് കാണുന്നില്ലേ? ആ നമ്പേഴ്സിൽ എവിടെയൊക്കെയോ സ്വർണ്ണ നാണയം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ആ സ്വർണ്ണ നാണയം എവിടെയാണ് എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് ചുമ്മാ ഒരു നമ്പർ ഗസ് ചെയ്യുക. ഞാൻ തുറന്നു നോക്കുമ്പോൾ അതിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ സ്വർണ്ണം നിങ്ങൾക്ക് കിട്ടും, സ്വർണ്ണം ഇല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർണ്ണ വർഷം എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, ഇതാരാണ്? ഷിജു എന്താ ചെയ്യുന്നേ? ആഹാ, ഓക്കെ. അപ്പോൾ ഇന്ന് അവധിയാ അല്ലേ? ഇന്ന് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സ്വർണ്ണവർഷം കണ്ടു. ഉടനെ ഡയൽ ചെയ്തു. ആദ്യമായിട്ടാണ് കിട്ടിയത്, കണക്ട് ആയത്. ഓക്കെ, നൈറ്റ് ആയിരുന്നു അപ്പോൾ ഡ്യൂട്ടി? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാനായിട്ടുള്ള തിരക്കിലിരിക്കുന്നു. വെറുതെ ടി വിന്ന് മാറ്റിയപ്പോൾ സ്വർണ്ണവർഷം ലൈവ് കണ്ടു. ഫസ്റ്റ് കോൾ കണക്ട് ആവുകയും ചെയ്തു. ആ ഉറക്കം അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ വിളിച്ചല്ലേ? ഹാപ്പി ഈസ്റ്റർ. അതെ, ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ എന്താണ് ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യൽ വീട്ടില് വൈഫ് ഞാൻ വന്ന സമയത്ത് ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുളിക്കണം കഴിക്കണം, അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. ഏതാണ് നമ്പർ? 29. ഓക്കെ, 29 എവിടെ പോയി? ആദ്യം 29 കണ്ടുപിടിക്കണമല്ലോ. യെസ്, 29 ദേ അവിടെ മുകളിൽ ഇരിപ്പുണ്ട്. യെല്ലോ ബോക്സിൽ 29 ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് നോക്കാം അല്ലേ? നോക്കുവാണേ. ഓക്കെ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല, ഇനിയും വിളിക്കണേ. ഉറങ്ങാനുള്ള തിടുക്കത്തിലായിരിക്കും, എങ്കിലും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ് ഷിജു. അടിപൊളി. ജോലിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ വീട്ടിൽ ചൂട് ബിരിയാണി എന്താ അല്ലേ? അപ്പോൾ ഇനി കുളിച്ച് കഴിക്കുന്നതിനിടയിൽ ഇനി അടുത്ത കോള് വിളിക്കാം. ഓക്കെ ഷിജു, എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ആരാണിത്? എന്റെ പേരും കല, മരുന്നകുഴി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് കലയുടെ? ഇപ്പൊ ആരുമില്ല. ഓക്കെ, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ വീട്ടില്? പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല. ഇല്ല. ഓക്കെ, ഏതാണ് നമ്പർ? 47. 47 എവിടെയാണ്? ഓക്കെ, 47 യെസ്, ഇവിടെ ഇരിപ്പുണ്ട്. 47 തൊട്ട് പുറകിൽ. ഞാൻ കണ്ടെത്തി. തൊട്ട് പുറകിൽ ഇരിപ്പുണ്ട്. നോക്കുവാണേ. 47ലുണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, ഇനിയും വിളിക്കണേ. താങ്ക് യു. അപ്പോൾ ഇതുവരെ നമ്മുടെ കോളേഴ്സിനാർക്കും സ്വർണം കിട്ടിയിട്ടില്ല. 2-3 കോളൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും സമയം ഇഷ്ടംപോലെ ഉണ്ട്. അടുത്ത കോളിലോട്ട് നമുക്ക് പോവാവേ. ഹലോ. ആരാണിത്? ഷീജ. ഷീജ എവിടെ നിന്ന് വിളിക്കുന്നു? പട്ടാമ്പി. വീട്ടിൽ ആരൊക്കെയുണ്ട് ഷീജ? രണ്ട് കുട്ടികളും. ഈസ്റ്റർ ആയിട്ട് എന്താ സ്പെഷ്യൽ? ചോറും. ഓക്കെ, കുക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? അപ്പൊ ഏതാ നമ്പർ? 32. 32 ആര് പറഞ്ഞ നമ്പറാണ്? യെസ്, 32 ഇവിടെ. മോൻ സെലക്ട് ചെയ്താണോ? ഓക്കെ, മോന്റെ ലക്കാണ്. നോക്കാവേ. 32ലും ഇല്ല കേട്ടോ. സാരമില്ല, ഇനി നെക്സ്റ്റ് ടൈം കിട്ടട്ടെ, വീണ്ടും വിളിക്കാം. ഓക്കെ, സോ നമ്മുടെ 32ലും ഇല്ല. അപ്പൊ ഇനി ഏത് നമ്പറിലായിരിക്കും ഈ സ്വർണ്ണ നാണയം ഇരിക്കുന്നത്? കുറച്ച് നമ്പേഴ്സിൽ സ്വർണ്ണ നാണയം ഇരിപ്പുണ്ട്. ഒരു ബോക്സിലോ ഒന്നുമല്ല, ഒരുപാട് ബോക്സുകളിൽ സ്വർണ്ണമുണ്ട്. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ഹായ്. ആരാണിത്? ഞാൻ മഞ്ജു. മഞ്ജു എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, എവിടുന്നാ വിളിക്കുന്നത് മഞ്ജു?
വക്കത്തുനിന്ന്. എവിടെയാ? വക്കം. വക്കം. ഓക്കെ. ഈ വക്കം എവിടെയായിട്ട് വരും? തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില്. തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ. ആ. അപ്പോ എന്താണ് വീട്ടില് പരിപാടി ഇന്ന്? വീട്ടില് ഞാനിപ്പോ ചിക്കൻ വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈസ്റ്റർ സ്പെഷ്യൽ അല്ലേ? ആ. ഓക്കെ. ചിക്കനൊക്കെ വാങ്ങിയോ? മോള് പറഞ്ഞെന്നാ വിളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു. അപ്പൊ മോളാണ് വിളിച്ചത്. മോള് വിളിച്ചോണ്ടിരുന്നു. കോള് കിട്ടിയ ഉടൻ തന്നെ അമ്മയ്ക്ക് തന്നു. ആ. ഓക്കെ. ഏതാണ് നമ്പർ? നമ്പർ ഏതാ? പറയാം. 17. 17. യെസ്, ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് 17. ഇനി അതിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ മതി. നോക്കാണേ. 17 സ്വർണമുണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സ്വർണം ഇല്ല കേട്ടോ. പോയോ? സ്വർണം ഇല്ല. അപ്പോ സാരമില്ല, ഇനിയും വിളിക്കാം. ശരി. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഒരു തവണ വിളിച്ച് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നമ്മുടെ സ്വർണ്ണവർഷത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്. ഹലോ. ഹലോ. ഇതാരാണ്? ചേലക്കരന്നാണ്. എവിടുന്നാണ്? ചേലക്കര. പേരെന്താണ്? പേര് അമ്മിണി. അമ്മിണി. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, 3 മക്കള്. മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ ചേച്ചി ഇന്ന് എന്താണ് സ്പെഷ്യല് വീട്ടില്? സ്പെഷ്യല് മുരിങ്ങക്കായ ഉപ്പേരി, അച്ചാറ്. ഇതൊക്കെയാണ് അല്ലേ? ഓക്കെ. ഏതാണ് നമ്പർ? എന്താ പറയാ, കൺഫ്യൂഷനിലാണ് അവിടെ. പെട്ടെന്ന് പറയണേ. 43. 53 ആണോ 43 ആണോ? 53. ഓക്കെ. 53. യെസ്, അവിടെ ഇരിപ്പുണ്ട്. 53ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. 53ൽ സ്വർണ്ണമുണ്ടോ നോക്കിയാലോ? നോക്കുവാണേ. അയ്യോ, ഇല്ലല്ലോ. സ്വർണ്ണം ഇല്ല കേട്ടോ. ഇനിയും വിളിക്കണേ. നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം ഒരു സൈലൻസാ. ഉണ്ടോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുവാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഇതാരാണ്? പ്രീത. എവിടെ നിന്ന് വിളിക്കുന്നു പ്രീത? നെയ്യാറ്റിങ്കര. വീട്ടിൽ ആരൊക്കെയുണ്ട് പ്രീത? വീട്ടിലെ ഭർത്താവും 2 മക്കളും ഞാനും. വർക്ക് ചെയ്യുന്നുണ്ടോ പ്രീത? ഓക്കെ. ഇന്ന് ഈസ്റ്റർ സ്പെഷ്യൽ എന്താണ്? നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വീട്ടിൽ തന്നെയാണോ സെലിബ്രേഷൻ? എന്താണ് ഫുഡൊക്കെ? എന്താണ് ചിക്കൻ കറിയാണോ? ചിക്കൻ ബിരിയാണി ആണോ? ആഹാ, അടിപൊളി. ഓക്കെ. അപ്പൊ സെലിബ്രേഷൻ ഒക്കെ നടക്കട്ടെ. ഏതാണ് നമ്പർ? 21. ഫ്രണ്ട് ഇരിപ്പുണ്ട് 21. 21ൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 21. തുറക്കുവാണേ. ഇല്ല, സ്വർണ്ണം ഇല്ല. സാരില്ല കേട്ടോ. ഇനിയും വിളിക്കണേ. യെസ്, സ്വർണ്ണവർഷം എന്ന് പറയുന്ന ഗെയിം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗെയിം ആകുന്നത് നിങ്ങൾ ഒരുപാട് തവണ വിളിക്കുമ്പോഴാണ് അല്ലേ? ഒരു തവണയിൽ കൂടുതൽ തവണ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ഷോ ആയി മാറുന്നത്. അപ്പോൾ വീണ്ടും വിളിക്കാം. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ. ആരാണിത്? ശോഭ. എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, നാവായിക്കുളം അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട് ശോഭ? വീട്ടിൽ എന്റെ ഹസ്ബൻഡും 2 മക്കളും. ഓക്കെ. എന്താണ് ഇന്നത്തെ പരിപാടി ഈസ്റ്റർ ആയിട്ട്? പരിപാടിയൊന്നുമില്ല. വിളിക്കാറുണ്ട്. 2 തവണ വിളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആണോ? സ്വർണം കിട്ടിയോ എന്തെങ്കിലും? ഹലോ. സ്വർണം കിട്ടിയായിരുന്നോ എന്തെങ്കിലും? ഇല്ല. സ്വർണം കിട്ടിയില്ലല്ലേ? ഇന്ന് കിട്ടട്ടെ. ഏതാണ് നമ്പർ? ഹലോ. നമ്പർ ഏതാ? 58. 58 എന്ന് പറയുമ്പോൾ ഇവിടെ പോയി 58. യെസ്, 58 ഞാൻ കണ്ടെത്തിയില്ല. 50. യെസ്, പിങ്ക് ബോക്സിൽ 58 ഇങ്ങനെ ഇരിപ്പുണ്ട്. 58ൽ ഉണ്ടോ സ്വർണം?
നോക്കാം. ഉണ്ടാവോ? അറിയാൻ വയ്യ. ഇത്തവണെങ്കിലും ഉണ്ടാവട്ടെ, നോക്കട്ടെ. ഇല്ല കേട്ടോ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം വിളിക്കണേ. ഓ, വിളിക്കും. താങ്ക് യു. ശോഭയെ പോലെ ആവാൻ ശ്രമിക്കുക. കാര്യം 3ാമത്തെ തവണയാണ് വിളിക്കുന്നത്. പക്ഷെ ഇത് കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഇനിയും ട്രൈ ചെയ്യും എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ഹലോ, ആരാണിത്? എന്റെ പേര് ബിന്ദു. ബിന്ദു, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ബിന്ദു? വീട്ടിലെ ഇപ്പൊ ഞാനും മോള് മാത്രമേ ഉള്ളൂ. ആഹാ, മോൾ എന്ത് ചെയ്യുന്നു? മോളിപ്പം PG ചെയ്യുന്നു. ആരാ വിളിച്ചേ? കോൾ ആരാ വിളിച്ചേ? ബിന്ദുവാണ് വിളിച്ചത്. ബിന്ദുവാണ് വിളിച്ചത് അല്ലേ? ബിന്ദു തന്നെയാണ് വിളിച്ചത്. ഓക്കെ. ബിന്ദുവിന്റെ മകളുടെ പേരെന്താ? മോളുടെ പേര് അജിന. ഓക്കെ. ഇന്ന് എന്താണ് അമ്മയും മകളും കൂടെ എന്താണ് പരിപാടികൾ? ഞങ്ങളൊരു ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചു. ചിക്കൻ ബിരിയാണി വെച്ചു. ഓക്കെ, അടിപൊളി. എങ്ങനെ ഉണ്ട് എന്നിട്ട് ചിക്കൻ ബിരിയാണി? കഴിച്ചില്ല, കഴിക്കാൻ സമയമായില്ല. ഓക്കെ. ആരാ ഉണ്ടാക്കിയത്? ബിന്ദു ആണോ മോളാണോ? ഞാനാ ഉണ്ടാക്കിയത്. ആണോ? ഓക്കെ. ഏതാണ് നമ്പർ? നമ്പർ 41. 41. യെസ്, അവിടെ ഇരിപ്പുണ്ട്. ഗ്രീൻ കളർ ബോക്സിലാണ് 41 ഇരിക്കുന്നത്. ആ ബോക്സിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുവാണേ. ഇല്ല, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണം. ഓക്കെ. ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ചിരിച്ചുകൊണ്ട് പറയുന്നത് ശരി എന്നോ, കുഴപ്പമില്ല എന്നൊക്കെ. അങ്ങനെയാണ്, ആ ഒരു സ്പിരിറ്റ് എല്ലാവർക്കും വേണം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളും വിളിക്കാൻ ശ്രമിക്കുക, പങ്കെടുക്കുക സ്വർണ്ണവർഷത്തിൽ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഇഷാദേവി. അത് ഉഷാദേവി. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട് ഉഷാദേവിയുടെ? ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. ഭർത്താവുണ്ട്, മക്കളുണ്ട്. ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 55. 55. 55 എവിടെ? യെസ്, വൈറ്റ് ബോക്സിൽ ഇങ്ങനെ മുകളിലിരിക്കുകയാണ് 55. ഈ 55-ൽ സ്വർണ്ണം ഉണ്ടോ? കണ്ടിട്ട് സ്വർണ്ണം ഉള്ള പോലെയൊക്കെ തോന്നുന്നു, അറിയില്ല, നോക്കാം. ഓക്കെ. അയ്യോ, ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല കേട്ടോ. ഉഷാദേവി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. എന്തായാലും യെസ്, 55-ൽ സ്വർണ്ണം ഇല്ല. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. പ്രീത, അടിപൊളി, വീണ്ടും വിളിച്ചു. ഓക്കെ പ്രീത, ഇത്തവണ ഏത് നമ്പറാ ചൂസ് ചെയ്തിരിക്കുന്നത്? 28. 28. യെസ്, ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് 28. മോളാണല്ലേ 28 ചൂസ് ചെയ്ത. നോക്കട്ടെ, മോളുടെ ഭാഗ്യം നോക്കാം ഇത്തവണ. നോക്കട്ടെ, ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ. നെക്സ്റ്റ് ടൈം വിളിക്കുക, കിട്ടട്ടെ. അപ്പോൾ പ്രീതയെ പോലെ വീണ്ടും വിളിക്കുക. കാര്യം സ്വർണ്ണവർഷത്തിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നോർമലി നമുക്കൊരു ഗെയിം ഷോയിലൊക്കെ ഒറ്റ തവണയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷേ സ്വർണ്ണവർഷം അങ്ങനെയല്ല. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? എന്റെ പേര് റീതു എന്നാണ്. റീതു, എവിടുന്ന് വിളിക്കുന്നു? ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. കോട്ടയം. ഓക്കെ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് റീതു? വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, വല്യമ്മയുണ്ട്, അനീത്തിയുണ്ട്. ഈസ്റ്റർ ആയിട്ട് എന്തൊക്കെയാണ് അവിടെ പരിപാടി? ഈസ്റ്റർ ആയിട്ട് പാലപ്പം ഉണ്ടാക്കി, ചിക്കൻ കറി. പാലപ്പവും ചിക്കൻ കറി ആയിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ്? അതെ. ഓക്കെ. ഉച്ചക്ക് എന്താണ്? ഉച്ചക്ക് ചോറ്, ചിക്കൻ, ബീഫ്, അങ്ങനെയൊക്കെ. മൊത്തത്തിൽ സെലിബ്രേഷൻ, ഫുഡോട് ഫുഡ് എന്നൊക്കെ. എനിക്ക് വയ്യ. എന്തായാലും അതിന്റെ കൂട്ടത്തിൽ ഒരു സ്വർണ്ണ നാണയം കൂടെ കിട്ടട്ടെ. ഏതാണ് നമ്പർ? 51. 51. ഓക്കെ, തപ്പെടുത്തോട്ടെ 51-നെ. യെസ്, 51 ഇവിടെ എവിടെയെങ്കിലും. 51, യെസ്, ഇവിടെ ഇരിപ്പുണ്ട്. ബ്ലൂ കളർ ബോക്സിൽ 51 ഇരിപ്പുണ്ട്. യെസ്, 51-ൽ നമുക്ക് സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. നോക്കുവാണേ. ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല കേട്ടോ. ഇനിയും വിളിക്കണേ, ഇന്ന് തന്നെ വിളിക്കണം. ഓക്കെ, താങ്ക് യു.
ആഹാ, ഇതാ ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെയാണ് ഫുഡ് ഐറ്റം വീട്ടിൽ എന്ന്. കാര്യം ഈസ്റ്റർ ഒക്കെ ആകുമ്പോൾ അറിയാലോ, ഫുഡായിരിക്കും. രാവിലെ തൊട്ട് തുടങ്ങും ചില വീടുകളിൽ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഇതാരാണ്? കല. നേരത്തെ വിളിച്ച കല ചേച്ചി അല്ലേ? ഈ നേരത്തെ 4 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ന് വിളിച്ചില്ലേ ഒരു തവണ? ഇന്ന് വിളിച്ചില്ല. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവും മോനും എല്ലാരും ഉണ്ടോ ഇപ്പൊ വീട്ടില്? ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഓക്കെ, ഏതാണ് നമ്പർ? 12. ഓക്കെ, 12 എവിടെ? 12. ഇന്ന് നമ്പേഴ്സ് എല്ലാം ഒളിച്ചിരിക്കുക. 12 എവിടെ? യെസ്, വൈറ്റ് ബോക്സിൽ ഞാൻ സെന്ററിൽ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സ്വർണ്ണം ഉണ്ടോ നോക്കുവാണേ. ഓക്കെ, ഇല്ല കേട്ടോ, സ്വർണ്ണം ഇല്ല. 12 ഇനിയും വിളിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ശരിക്കും കുറച്ച് ബോക്സസ് തുറന്നു ഇതുവരെ. പക്ഷെ സ്വർണ്ണ നാണയം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സ്വർണ്ണവർഷം എന്ന് പറയുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരോടാണ് ഒരു ഗെയിം ഷോ ആണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. എങ്ങനെ? ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണുന്നില്ല, ഇവിടെയും ബാക്കിലും ഒക്കെ ആയിട്ട്. ഇതിലൊരു നമ്പർ നിങ്ങൾ ഫോൺ വിളിച്ച് സെലക്ട് ചെയ്ത് എന്നോട് പറയണം. അത് ഞാൻ തുറന്നു നോക്കുമ്പോൾ സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വർണ്ണം കിട്ടും. എന്ത് ഈസി അല്ലേ നമ്മുടെ ഗെയിം സ്വർണ്ണവർഷം. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിളിക്കാം. ഒരു കോളിൽ ഒരു ഗസ്സേ പറ്റുള്ളൂ. അതാണ് നമ്മുടെ ഒരു ചെറിയ റൂള്. അപ്പോൾ ഇതുവരെ എടുത്ത നമ്പേഴ്സിൽ, എടുത്ത ബോക്സസിൽ നമുക്ക് സ്വർണം കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ലക്കി ആയിട്ടുള്ള ആളുകൾ, ഇന്നത്തെ ലക്കി ആയിട്ടുള്ള ആളുകൾ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്തായാലും ആ കോളിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. സ്വർണം ആണ് നമ്മുടെ സമ്മാനം, സ്വർണ്ണ നാണയമാണ് സമ്മാനം. എപ്പോഴും എനിക്കൊന്ന് സ്വർണം ഭയങ്കര ഡിമാൻഡുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ആരാണിത്? അഞ്ജലി. 5 എലികളുണ്ടോ? ഇല്ലേ. അഞ്ജലി എത്രാം ക്ലാസ്സിലാ? ഇപ്പം +2. അഞ്ജലി സ്കൂളിൽ ഇങ്ങനെയൊക്കെയാണോ വിളിച്ച് കളിയാക്കുന്നേ? ഓക്കെ, പരീക്ഷ കഴിഞ്ഞോ? കഴിഞ്ഞു. വെക്കേഷനാ അല്ലേ? റിസൾട്ടിന് ഇങ്ങനെ കാത്തിരിക്കുകയാണോ? പേടിയൊക്കെ ഉണ്ടോ? എന്തായാലും പേടി മാറ്റാം. നമുക്ക് സ്വർണ്ണം ഇന്ന് കിട്ടട്ടെ. ഏതാണ് നമ്പർ? 45. യെസ്, 45. ഓക്കെ, നോക്കട്ടെ. സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ്. യെല്ലോ ബോക്സിലാണ്. ഇനി സ്വർണ്ണം ഉണ്ടോ ഇല്ലയോ? സ്വർണ്ണം ഇല്ല കേട്ടോ, സാരമില്ല. 45 സ്വർണ്ണം ഇല്ലായിരുന്നു. ഇനിയും വിളിക്കുക. താങ്ക് യു. ഓക്കെ, ടെൻഷൻ അടിച്ചിരുന്നപ്പോൾ ഒരു സമാധാനത്തിന് സ്വർണം കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ കിട്ടിയില്ല. സാരമില്ല, ഇനിയും വിളിക്കുക. ചിലപ്പോൾ 1, 2 അല്ലെങ്കിൽ 3ാമത്തെ തവണയായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ചില ആൾക്കാരുണ്ട് ഫസ്റ്റ് ടൈം വിളിച്ചാലേ കിട്ടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ, ഇതാരാണ്? എന്റെ പേര് നിമ്മി. എവിടെ നിന്ന് വിളിക്കുന്നു? നിമ്മി എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുള്ളത് നിമ്മി? ആഹാ, ഈസ്റ്റർ എന്താണ് പരിപാടി? ഇല്ല. ഓക്കെ, ഏതാണ് നമ്പർ? 36. 36. ഇവിടെ ഇരിപ്പുണ്ട്, ഫ്രണ്ട് ഇരിപ്പുണ്ട്. എന്നെ കഷ്ടപ്പെടുത്തിയില്ല. അതായത് എവിടെയാണ് നമ്പർ എന്നെ നോക്കി കഷ്ടപ്പെടുത്തിയില്ല. 36 ഇവിടെ തന്നെ ഉണ്ട്. നോക്കാം നമുക്ക് ഇതിൽ സ്വർണ്ണം ഉണ്ടോ എന്ന്. അയ്യോ, ഇല്ല, സ്വർണ്ണം ഇല്ല കേട്ടോ 36. ഇനിയും വിളിക്കണേ. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് സ്വർണ്ണമുള്ള ബോക്സ് തുറന്നെടുക്കാൻ പറ്റിയിട്ടില്ല. സാധാരണ എനിക്കൊന്ന് ആദ്യമൊക്കെ 2, 3 ചില ദിവസങ്ങളിൽ വരാറുണ്ട്. പക്ഷെ ഇന്ന് അവസാനം ആകുമ്പോഴാണെന്ന് തോന്നുന്നു സ്വർണം വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? ജയകുമാർ. എവിടെ നിന്ന് വിളിക്കുന്നു? പൂജപ്പുര. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ജയകുമാർ? വീട്ടിലെ ഭാര്യയുണ്ട്, മോളുണ്ട്. ഓക്കെ, എല്ലാരും TV കണ്ടോണ്ടിരിക്കുകയാണോ? ഇന്ന് എന്താണ് വീട്ടിലെ പരിപാടി? സൺഡേ അല്ലേ? സൺഡേയും ആണ് ഈസ്റ്ററും ആണ്. എന്തൊക്കെയാണ് പരിപാടി? സ്പെഷ്യൽ പരിപാടി ഒന്നുമില്ല. സ്പെഷ്യൽ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ 21. 21. യെസ്, 21 എവിടെയാണ്?
21 പോയോ? അതാ ഞാൻ നോക്കുന്നത്. ഒരു സെക്കൻഡ്. 21 യോ വേറൊരു നമ്പർ പറയോ? 21 പോയി. 27 അല്ലേ? ദേ ഇരിപ്പുണ്ട്. യെല്ലോ ബോക്സിലാണ് 27 ഉള്ളത്. അപ്പോൾ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാവേ. ഒരു അടിപൊളി സ്വർണ്ണ നാണയം ദേ ഇരിപ്പുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വിന്നർ ആണ് ചേട്ടൻ. സന്തോഷമായോ? സന്തോഷത്തിന്റെ ബഹളം ഒന്നും വീട്ടിൽ കേൾക്കുന്നില്ലല്ലോ, ആരും ഇല്ലേ? ഉണ്ട്. ഓക്കെ ജയകുമാർ ചേട്ടൻ, അപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുക. സ്വർണ്ണ നാണയം അങ്ങ് എത്തും. താങ്ക് യു. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ സ്വർണ്ണ നാണയം കിട്ടിയ ആദ്യത്തെ കോളറാണ് ജയകുമാർ ചേട്ടൻ. ജയകുമാർ ചേട്ടൻ ഒന്നും കൂടെ കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനി വിളിക്കുന്നവരെ ഒട്ടും വിഷമിക്കണ്ട, ഇനിയും സ്വർണ്ണ നാണയങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വിളിക്കുക, നമ്പർ ഗസ് ചെയ്യുക. പിന്നെ നമ്പറൊക്കെ ഓൾറെഡി നോക്കി വെച്ചിട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ പോയ നമ്പേഴ്സ് മാക്സിമം ചൂസ് ചെയ്യാണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പോയത് ഓർമ്മയില്ലാതെ ഞാൻ ഇവിടെ നിന്ന് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാളും നിങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകാത്ത നമ്പേഴ്സ് ഈ ബോക്സസിൽ ഏതുണ്ട് എന്ന് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ആരാണിത്? സുബിൻ. സുബിൻ എവിടെ നിന്ന് വിളിക്കുന്നു? കരുകുറ്റി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സുബിൻ? വീട്ടില് വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. എന്തൊക്കെയാണ് ഇന്ന് പരിപാടി? സൺഡേ പ്ലാൻസ്, ഈസ്റ്റർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഭയങ്കര ആഘോഷാ. എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ആ സെലിബ്രേഷൻ കേൾക്കട്ടെ. ഫുഡാണ് നമ്മുടെ മെയിൻ സെലിബ്രേഷൻ അല്ലേ? ഓക്കെ, അപ്പോ എന്തായാലും നമ്മുടെ സ്വർണ്ണ വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഇന്ന് ഗ്രാൻഡ് ആയിട്ട് കഴിക്കാം കേട്ടോ. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ ഏതാ? 13. 13 എവിടെ ഉണ്ട്? 13 നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. യെസ്, അവിടെ ഇരിപ്പുണ്ട്. വയലറ്റ് കളർ ബോക്സ് ഇങ്ങനെ 13 ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം 13 സ്വർണ്ണമുണ്ടോ? ഇല്ല, സ്വർണ്ണം ഇല്ല കേട്ടോ. 13 ഇല്ല. സാരമില്ല, ഇനിയും വിളിക്കണേ. ഓക്കെ, ഭയങ്കര സെലിബ്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് സെലിബ്രേഷൻ? അടിപൊളി ഫുഡാണ് വെക്കുന്നത്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്കാണെങ്കിൽ എവിടെയാണെങ്കിലും സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം, അടിപൊളി ഭക്ഷണം, അത് തന്നെയാണ് സെലിബ്രേഷൻ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? എന്റെ പേര് റിഞ്ചു. റിഞ്ചു? അതെ. എന്താ ചെയ്യുന്ന റിഞ്ചു? ഞാന് വർക്ക് ചെയ്യാണ്. എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. നേഴ്സാണോ ഡോക്ടറാണോ? എക്സ്റേ ടെക്നീഷ്യനാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടി റിഞ്ചുവിന്റെ വീട്ടില്? വീട്ടില് പരിപാടിയൊന്നുമില്ല, എന്റെ നൈറ്റ് കഴിഞ്ഞ് ഓഫാണ്. അപ്പം റെസ്റ്റ് അല്ലേ? ഓക്കെ, ഏതാ നമ്പർ? നമ്പർ 38. 38. ഓക്കെ, 38 ഇവിടെ ഇരിപ്പുണ്ട്. 38 സ്വർണ്ണം ഉണ്ടോ എന്നാണ് നമുക്കിനി അറിയേണ്ടത്. നമുക്ക് നോക്കാവേ. ഓപ്പൺ ചെയ്യുവാണ്. നോക്കിക്കോ, സ്വർണ്ണമില്ല. ആണല്ലേ? അതാണ്. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പം ഇത്തവണ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഒരു സ്വർണം കിട്ടിയല്ലോ. സ്വർണം കൊറിയറിൽ വരും കേട്ടോ. ഇന്നും കൂടെ കിട്ടിയ ഒരുമിച്ച് അയക്കായിരുന്നല്ലേ? സാരമില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഹാപ്പി ഈസ്റ്റർ. അടിപൊളി. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച സ്വർണം കിട്ടിയ ആളാണ്. അപ്പോൾ ഇത്തവണ കിട്ടിയാലും സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ആരാണ്? സതീഷ് കുമാർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാവരുമായിട്ട് TV കാണുവാണോ? അല്ല മേഡം, ഞാൻ പുറത്താണ്. കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? അപ്പൊ ടൈം നോക്കി വെച്ച് വിളിച്ചല്ലേ? അതേ സമയത്ത് നോക്കി വിളിച്ചതാ അല്ലേ? അതെ അതെ മേഡം. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 38 ഉണ്ടാവും മേഡം. 38. ഞാൻ ഒന്ന് നോക്കട്ടെ 38 ഉണ്ടോ എന്ന്. 38
38 പോയി. വേറെ നമ്പർ പറയാവോ? 56 മാഡം. 56 ഉണ്ട്. 56ൽ സ്വർണ്ണം ഉണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്. നോക്കാം. സ്വർണമുണ്ടോ? സ്വർണം ഇല്ല. സ്വർണ്ണം ഇല്ല കേട്ടോ. ഓക്കെ മാഡം. ഓക്കെ, ഇനിയും വിളിക്കാം. ഓക്കെ. സ്വർണ്ണം ഇല്ല. ഇതുവരെ നമുക്ക് ഒരാൾക്ക് മാത്രമാണ് സ്വർണം കൊടുക്കാൻ പറ്റിയിരിക്കുന്നത്. ഇതേ ഇവിടെ എവിടേക്കോ ആയിട്ട് ഇരിപ്പുണ്ട്. നിങ്ങൾ ഗസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് ഗസ് ചെയ്യ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? സക്കീർ. ഓക്കെ, പാറശാലയിൽ നിന്ന് വിളിക്കുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട് സക്കീർ? വീട്ടിലെ വൈഫുണ്ട്, ഒരു മോനുണ്ട്. ആഹാ, എല്ലാരും TV കാണുകയാണോ? അതെ. സൺഡേ പ്ലാൻസ് എന്തൊക്കെയാണ്? ഒരു പ്ലാനും ഇല്ല. അതുകൊണ്ടല്ലേ. ഓക്കെ, ഏതാണ് നമ്പർ? 11. ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ബട്ട് യെസ്, അവിടെ ഇരിപ്പുണ്ട്. ഈ വൈറ്റ് കളർ ബോക്സിൽ നമ്മുടെ 11 ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. ഇന്നെ തുറക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ഉണ്ടോ? ഇല്ല. സാരില്ല കേട്ടോ, സ്വർണ്ണം ഇല്ല. നെക്സ്റ്റ് ടൈം വിളിക്കണേ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ സ്വർണം ഇതുവരെ ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ വിളിച്ചിട്ട് നല്ല നമ്പേഴ്സ് ഒന്നും ഗസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പം ദയവ് ചെയ്ത് ഒന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാജിക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒരു നമ്പർ ഗസ് ചെയ്തോ. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? എന്തോ? ഹലോ, ഇതാരാണ്? ഹലോ, ഹായ്, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇതാരാണ്? ഇത് ജയ. വീട്ടിൽ ആരൊക്കെയുണ്ട് ജയ? വീട്ടിലെ ഹസ്ബൻഡ്, 2 മക്കള്. എവിടെയാണ് സ്ഥലം എവിടെയാണ്? വീട്ടിലെ ഹസ്ബൻഡ്, മക്കള് 2 പേര്. ടിവിയുടെ വോളിയം നന്നായിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ തന്നെ ശ്രദ്ധിക്കുക. ഏതാണ് നമ്പർ? 37. 37 എവിടെ? കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 37 യെസ്, യെല്ലോ ബോക്സിലാണ് 37 ഇരിക്കുന്നത്. യെല്ലോ ബോക്സിൽ ഈ 37ൽ സ്വർണ്ണം ഉണ്ടോ? നോക്കാൻ പോവാണേ. നോക്കി നിന്നപ്പോൾ ദേ സ്വർണ്ണം ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സ്വർണം ഉണ്ടായിരുന്നു. കിട്ടി. അതെ, കിട്ടി. ഹലോ, യെസ്, 37ൽ സ്വർണം ഉണ്ടായിരുന്നു. ഇത് ആരായി നമ്പർ ഗസ് ചെയ്തത്? അതുവഴി പോയോ? സ്വർണം കിട്ടിയെന്ന് പറഞ്ഞാൽ അതുവഴി പോയോ? ഹലോ ജയ, ഇത് ആരാണ് നമ്പർ ഗസ് ചെയ്തത്? ആണോ? ഓക്കെ, ജിഷ എന്നല്ലേ പേര്? ജിഷ എന്നാണോ പേര്? ജയ എന്നാണ്. ഓക്കെ. അപ്പോ അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. ഭയങ്കരമായിട്ട് എന്താ പറയാ, സ്വർണം കിട്ടി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആഘോഷം വീട്ടിൽ അറിയാൻ പറ്റിയല്ലേ? കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സന്തോഷം വരും. കിട്ടുന്നതിൻ്റെ ആ സന്തോഷം നമുക്കും കൂടെ അറിയുമ്പോഴേ. എന്തായാലും നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ, ആരാണ്? രാഹുൽ. എവിടെ നിന്ന് വിളിക്കുന്നു? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് രാഹുൽ? അച്ഛനമ്മ എന്തോ? ചേച്ചിമാര് 3 പേരുണ്ടോ? അപ്പൊ നിങ്ങൾ 4 പേരാ? അത് കൊള്ളാലോ. 3 ചേച്ചിമാരുടെ ഒരേ ഒരു അനിയൻ. കൊഞ്ചിച്ച് വളർത്തുക അല്ലേ? രാഹുൽ എന്താ ചെയ്യുന്നേ? എന്തോ? ഷോറൂമിലോ? ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? 60. അവിടെ ഇരിപ്പുണ്ട്. 60. എന്തോ? എന്താണ്? 16 ആണ്. 16 ആണ് പറഞ്ഞത്. ഓക്കെ, 16. യെസ്, ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. 16ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ പോവാണേ. അയ്യോ, ഇല്ലല്ലോ രാഹുൽ. ഹലോ, സ്വർണം കിട്ടിയില്ല കേട്ടോ.
സാരല്ലേ, ഇനിയും വിളിക്കേ. ഓക്കെ, ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു രാഹുലിനെങ്ങാനും ഇനി സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ 3 ചേച്ചിമാർക്ക് ആർക്ക് കൊടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനായിട്ട് അവിടെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തായാലും സ്വർണം കിട്ടിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ആർക്കാണ് സ്വർണം കിട്ടാൻ പോകുന്നതെന്ന്. ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞു അല്ലേ. 2 പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോയി. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, നമസ്കാരം. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് ഷീജ. ഷീജ. ഷീജ ഇതിനു മുന്നേ വിളിച്ചായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഇല്ല, ഇതിനു മുന്നേ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടോ സ്വർണ്ണവർഷത്തിൽ? ഇല്ല, വിളിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആണല്ലേ? ഓക്കെ, എവിടെയാണ് സ്ഥലം? കോട്ടയം. കോട്ടയം. ഓക്കെ ഷീജ, എന്താണ് ഈസ്റ്റർ പ്രമാണിച്ച് അവിടെ സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നും ഇല്ല. ഇല്ലേ? ഓക്കെ, സാരമില്ല, ഇന്ന് സ്വർണം കിട്ടട്ടെ, അതാവട്ടെ നമ്മുടെ സ്പെഷ്യൽ. അതെ. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 64. 64 ഉണ്ടോ? 64 ഉണ്ടോ? 64 എവിടെ? ഫ്രണ്ടിലുണ്ട്. യെസ്, അവിടെ ഇരിപ്പുണ്ട്. യെല്ലോ ബോക്സിൽ 64 ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരിപ്പുണ്ട്. സ്വർണ്ണം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി നമുക്ക്. ലെറ്റ്സ് സീ. നോ, സ്വർണം ഇല്ല. സാരില്ല കേട്ടോ, സ്വർണം ഇല്ല. 64 എന്നാണല്ലോ ഞാൻ കേട്ടത്. ഇനിയിപ്പോ മാറ്റം നോക്കില്ല. ഇനി വിളിക്കാട്ടോ, ഇനി ഒരു തവണയും കൂടെ വിളിച്ചിട്ട് ഗസ് ചെയ്യും 54. ഓക്കെ, ഇച്ചിരി ഡസ്പായി തോന്നുന്ന ആള് പറഞ്ഞതല്ല, ഞാൻ തുറന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ 64 ഒരുപാട് തവണ പറഞ്ഞു, അപ്പോഴും കേട്ടില്ല എന്ന് തോന്നുന്നു. സാരില്ല. ഓക്കെ, നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? എന്തോ? കീർത്തി. എവിടുന്ന് വിളിക്കുന്നു കീർത്തി? പുനലൂർ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് കീർത്തിയുടെ? ഹസ്ബൻഡുണ്ട്, അമ്മയുണ്ട്, കൊച്ചുങ്ങളുണ്ട്. കൊച്ചുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ എത്രയാ? ഒരാൾക്ക് 6.5 വയസ്സ്, ഒരാൾക്ക് 2 മാസം. ഒരാൾക്ക് 6.5 വയസ്സ്, 2 മാസം. ഓക്കെ ഓക്കെ. എത്രയാ നമ്പർ? 18. 18. യെസ്, 18 അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നോക്കാം. 18. ഓക്കെ, നോക്കുവാണേ. നിഹി സ്വർണം ഇല്ല. സാരില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. ഓക്കെ, അപ്പം നമ്മുടെ കീർത്തിക്കും സ്വർണം കിട്ടിയില്ല. സാരമില്ല. എന്തായാലും നമുക്ക് ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കിട്ടി. 2 അല്ല, ഇനി ഒരുപാട് സ്വർണം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾ കറക്റ്റായിട്ടൊക്കെ ഒന്ന് വിളിച്ച് ഗസ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വർണം കിട്ടിയിരിക്കുന്നത് ജയകുമാറിനും ജയ്ക്കുമാണ്. എന്തോ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ജയകുമാറിനും ജയ്ക്കും സ്വർണം കിട്ടിയ സ്ഥിതിക്ക് ഇനി ജയന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വർണം കിട്ടിയെന്ന് വരും. ഇന്ന് അവരുടെ ദിവസമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, ഹലോ, നമസ്കാരം. ഇതാരാണ്? എന്റെ പേര് മിഥുൻ. നിതിൻ. മിഥുൻ. ഓക്കെ, മിഥുന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ്. ആ, ഓക്കെ. അപ്പൊ എല്ലാരും TV കണ്ടോണ്ടിരിക്കുകയാണോ? ഈസ്റ്റർ ആയിട്ട് എന്താണ് പരിപാടി? പുറത്ത് ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകാനാണോ പ്ലാൻ? ഉച്ച കഴിഞ്ഞ് പുറത്തോട്ട് പോകണം അല്ലേ? ഈസ്റ്റർ ആയിട്ട് ഏതെങ്കിലും ഒക്കെ ഫ്രണ്ട് വീട്ടിൽ വിളിച്ചിട്ടുണ്ടോ? ഉണ്ടാ, അതിലാണ് കാര്യം. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ? 40. ഓക്കെ, 40. യെസ്, 40 അവിടെ ഇരിപ്പുണ്ട് വൈറ്റ് ബോക്സിൽ. സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 40ൽ സ്വർണമുണ്ടോ? ലെറ്റ്സ് സീ. നോക്കുവാണേ. അയ്യോ, ഇല്ലല്ലോ. സാരില്ല കേട്ടോ, ഇനിയും വിളിക്കണേ. അപ്പോൾ നമ്മുടെ സ്വർണ്ണവർഷം കഴിഞ്ഞിട്ട് ഫ്രണ്ടിനെ വീട്ടിൽ പോയാൽ മതി. അപ്പോൾ ഒന്നും കൂടെ വിളിക്കുക, സ്വർണം കിട്ടട്ടെ. സ്വർണ്ണവർഷത്തിൽ ഒരുപാട് സ്വർണം നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് തരണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ഫോൺ ചെയ്യുക. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലുമൊക്കെ നമ്പർ വിളിച്ച് ഗസ് ചെയ്യുക. ഗസ് ചെയ്യുമ്പോൾ സ്വർണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്വർണം കിട്ടും. നിങ്ങൾ ഗസ് ചെയ്യുന്ന ബോക്സസ് ആയിരിക്കും ഞാൻ തുറന്ന് നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾ നോക്കി. ഇവിടെ ഇത് ക്ലോസ് ആയിട്ടുണ്ട്, ഇത് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ വേറെ നമ്പേഴ്സ് ഇവിടെ താഴെയുണ്ട്, ഇതുപോലെ ഇവിടെ ഉണ്ട്, ബാക്കിലുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഇതാരാണ്? ഹലോ, ഹായ്. ഹലോ, ഹലോ, നമസ്കാരം. ഇതാരാണ്? അഭിനന്ദ. അഭിനന്ദ എത്രാം ക്ലാസ്സിലാ? 9th.
9th പരീക്ഷയ്ക്ക് കഴിഞ്ഞ് വെക്കേഷൻ അടിച്ചു പൊളിക്കാണോ? എന്താണ് വെക്കേഷൻ പരിപാടി? ബോറടിക്കുകയാണോ അതോ ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യുന്നത്? വീട്ടില് ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട്. ആണോ? കസിൻസ് ഒക്കെ ഉണ്ടോ അപ്പോ? ആഹാ, എന്ത് വേണം അല്ലേ. അപ്പൊ എത്ര ദിവസം ഉണ്ടാവും അവര്? കൊറേ ദിവസം ഉണ്ടാവും. ആണോ? ഈ ഒരു രക്ഷയില്ല. അപ്പൊ അടിപൊളി ദിവസങ്ങളാണ്. എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കൂട്ടത്തിൽ സ്വർണം കൂടെ കിട്ടട്ടെ. ഏതാണ് നമ്പർ? 33. 33 സ്വർണമുണ്ടോ? 33 എവിടെ ഉണ്ട് എന്ന് ആദ്യം നോക്കട്ടെ. 33 പോയോ? 33 ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നോക്കട്ടെ സ്വർണം കിട്ടുമോ നോക്കട്ടെ. അഭിനന്ദയ്ക്ക് നോക്കി വന്നപ്പോൾ ഇല്ല, സ്വർണം ഇല്ല. സാരില്ല കേട്ടോ അഭിനന്ദ, സ്വർണം കിട്ടിയിട്ടില്ല. ഇനിയും വിളിക്കണേ. അവിടെ ഭയങ്കര ചിരി, കസിൻസ് ഒക്കെ കളിയാക്കാന്ന് തോന്നുന്നു. ഓക്കെ, കിട്ടിയാലും സന്തോഷം, കിട്ടിയില്ലെങ്കിലും സന്തോഷം. അപ്പോൾ അഭിനന്ദയ്ക്ക് സ്വർണം കിട്ടിയില്ല, സാരമില്ല. ഇനിയും വിളിക്കാം അഭിനന്ദയ്ക്ക്. അവിടെ ഫുള്ള് കസിൻസും ബന്ധുക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ഇനിയും വിളിക്കാം. അപ്പോൾ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹലോ, ഇതാരാണ്? ഷിജിയാണ്. സിജി എവിടുന്ന് വിളിക്കുന്നു സിജി? കുന്നോത്തുന്ന്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ ഹസ്ബൻഡ്, മോൻ. എന്താണ് ഈസ്റ്റർ സ്പെഷ്യൽ? കുന്നോത്തുന്ന്. ഈസ്റ്റർ സ്പെഷ്യൽ എന്താ? ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യൽ എന്താ? ഇല്ലേ? ഓക്കെ, ഏതാ നമ്പർ? സിജി, ടി വി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്പർ 30. 30 ഇവിടെ ഉണ്ട്. 30 സ്വർണ്ണം ഉണ്ടോന്നാണ് നമുക്ക് ഇനി അറിയണ്ടേ. നോക്കട്ടെ സ്വർണ്ണം ഉണ്ടോന്ന്. 30. തുറക്കാണ്. തുറന്നു. സ്വർണ്ണം ഇല്ല. സാരല്ല കേട്ടോ. അപ്പോൾ സ്വർണം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എല്ലാവരോടുള്ള റിക്വസ്റ്റ്, നിങ്ങൾ വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ടി വിയുടെ വോളിയം ഇവിടെ കേൾക്കാൻ പറ്റും. നിങ്ങൾ ടി വിയിൽ ശ്രദ്ധിച്ചായിരിക്കും റിപ്ലൈ തരുന്നത്, അപ്പോൾ ലേറ്റ് ആവും. അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്, നമസ്കാരം. ഹലോ. ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണേ. ഇതാരാണ്? ഹലോ, ടി വിയിലാണോ ശ്രദ്ധിക്കുന്നേ? ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ഇതാരാണ്? എന്തോ പേര്? കാർത്തിക. എവിടുന്ന് വിളിക്കുന്നു കാർത്തിക? കൊടുങ്ങല്ലൂര്. ഓക്കെ, വീട്ടില് ആരൊക്കെയുണ്ട്? ചേട്ടൻ, 2 മക്കള്. കാർത്തിക എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ കാർത്തിക? 54 അല്ലേ? 54ൽ സ്വർണ്ണമുണ്ടോന്ന് നോക്കുന്നു. യെസ്, 54 ഇവിടെ സെൻട്രൽ തന്നെ ഇരിപ്പുണ്ട്. ഉണ്ടോന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ലല്ലോ, സ്വർണ്ണം ഇല്ല കേട്ടോ കാർത്തിക. സാരില്ല, ഇനിയും വിളിക്കണേ. ഓക്കെ. അപ്പോൾ കാർത്തികയ്ക്ക് സ്വർണം കിട്ടിയില്ല. അപ്പോൾ സ്വർണം കിട്ടാത്തത് കൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വീണ്ടും വിളിക്കാം. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ. ഹായ്. ഹലോ, ആരാണിത്? ഗോപിക എത്രാം ക്ലാസ്സിലാ? ഞാൻ 10th. ഓക്കെ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ ഗോപിക? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ? എല്ലാരും ചോദിക്കുന്നുണ്ടോ റിസൾട്ട് ആയോന്ന്? എല്ലാരും ചോദിക്കുന്നുണ്ട്. ചോദ്യം കാരണം വയ്യല്ലേ, ശല്യം കാരണം. ഓക്കെ, നമുക്ക് ഇന്ന് സ്വർണം കിട്ടുമോ? ആ ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കാം. ഏതാണ് നമ്പർ? 43. ഓക്കെ, 43 ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗോപികയുടെ ഭാഗ്യം നമുക്ക് നോക്കാം. ഗോപിക, യെസ്, നമുക്ക് നോക്കാം സ്വർണമുണ്ടോന്ന്. സ്വർണം ദേയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഗോപിക, ഇതെന്താണ്? ഗോപിക എവിടുന്നാ വിളിക്കുന്നേ? താമരക്കുളം, പള്ളിപ്പുറം. എനിക്ക് വയ്യ. ഇതെങ്ങനെയാ ഈ നമ്പർ സെലക്ട് ചെയ്ത് ഗോപിക? എങ്ങനെ ഈ നമ്പർ സെലക്ട് ചെയ്ത? സ്വന്തമായിട്ടാണോ?
അയ്യോ അവിടെ സന്തോഷം കാരണം കണ്ണീര് വരെ വരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ഞാൻ സ്വർണ്ണമൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ലക്കിന്റെ ടൈമാ. അപ്പൊ പരീക്ഷ എഴുതിയതിനേക്കാളും കൂടുതൽ മാർക്ക് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്, ബൈ. അടിപൊളി, ഗോപിയുടെ സന്തോഷം കണ്ടില്ലേ? എനിക്കൊന്ന് എപ്പോഴും നമുക്ക് സംസാരിക്കാൻ കുട്ടികൾ വിളിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാര്യം ഹലോയിൽ തന്നെ എനർജിയാ, ഹലോ എന്ന് വിളിച്ചാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും, വലിയ ആൾക്കാരോടും എല്ലാവരോടും പറയാനുള്ളത്, വിളിക്കുമ്പോൾ അവർ എനർജിയൊക്കെ പോരട്ടെ, നമുക്ക് സംസാരിക്കണ്ടേ. അപ്പോൾ എനർജറ്റിക് ആയിട്ട് വിളിക്കുക. എന്തായാലും സ്വർണ്ണവർഷം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വളരെ ഈസിയാണ്. ഒരു ഫോൺ കോൾ, ചില സമയങ്ങളിൽ 1-2 തവണ വിളിക്കേണ്ടി വരും, ചിലപ്പോൾ ബിസി ആയിരിക്കും. അപ്പോൾ ഒരു 2 തവണ ട്രൈ ചെയ്യുക, കോള് കിട്ടും, കോള് കണക്റ്റ് ആവും, സ്വർണ്ണം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്നും വരും. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ആരാണിത്? അനൂപ്, കൊടുങ്ങല്ലൂർ. അനൂപ്, ഓക്കെ. എവിടുന്ന് വിളിക്കുന്നു? കൊടുങ്ങല്ലൂർ അല്ലേ? വീട്ടിൽ ആരൊക്കെയുണ്ട് അനൂപ്? വൈഫുണ്ട്, മോളുണ്ട്. വൈഫുണ്ട്, മോളുണ്ട് അല്ലേ? ഓക്കെ. എന്താണ് ഇന്ന് പരിപാടി സൺഡേ ആയിട്ട്? പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ. ഏതാണ് നമ്പർ അനൂപ്? 39. 39 ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. 39ൽ ഇനി സ്വർണ്ണം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. 39ൽ സ്വർണ്ണമില്ല. സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണം. ഓക്കെ, യെസ്. അങ്ങനെ സ്വർണം കിട്ടിയില്ല. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേർക്ക് സ്വർണം കിട്ടിയല്ലേ? ജയകുമാർ, ജയ, ഗോപിക. ഓക്കെ, അപ്പം ആ ജയകുമാറിൽ നിന്ന് കുറച്ചൊന്ന് ലക്കിൻ്റെ ഇത് മാറി ഗോപികയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അടുത്ത ലക്കി ആയിട്ടുള്ള ആരാണ് എന്ന് നോക്കാം. എന്തായാലും ഹലോ, ഇതാരാണ്? ദേവപ്രിയ. ടിവിയുടെ വോളിയം കുറയ്ക്കാവോ? ടിവിയുടെ വോളിയം കുറച്ച് വെക്കോ? ഓക്കെ. ദേവപ്രിയ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്രാം ക്ലാസ്സിലെ ദേവപ്രിയ? 8ലാണ്. ഓക്കെ. വെക്കേഷൻ എന്തൊക്കെയാ പരിപാടി വീട്ടില്? ടൂർ പോയോ? ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കോ മോളെ? കുറച്ചു. ഇപ്പൊ ഓക്കെ. ടൂർ എവിടെയാ പോയത്? മൂന്നാർ പോയി. അപ്പൊ ഇതിന് മുന്നേ വിളിച്ചിട്ടില്ലേ ദേവപ്രിയ? വിളിച്ചിട്ടില്ലേ? ഓക്കെ. ഓക്കെ. ഏതാണ് നമ്പർ? 25. 25 എവിടെ പോയി? 25 കാണാനില്ലല്ലോ. പക്ഷേ 25 എവിടെയാണ്? യെസ്, അവിടെ ഇരിപ്പുണ്ട്. 25 അവിടെ ഇരിപ്പുണ്ട്. സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാവേ ദേവിപ്രിയ. ഓക്കെ. സ്വർണ്ണമുണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സ്വർണ്ണം ഇല്ല. സാരമില്ല, ഇനിയും വിളിക്കണേ. ഞാൻ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ഇതുപോലെ ഒരു ബേബി കുഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു 3 ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഞാൻ വിളിച്ചു ഇനി 3 പോയതിന് ശേഷം വിളിച്ചാണോന്ന്. പക്ഷെ ആൾ മാറിപ്പോയി കേട്ടോ. അപ്പോൾ വിളിക്കുക, എത്രയും പെട്ടെന്ന് വിളിക്കുക, സമ്മാനം നേടുക. നോർമലി നമ്മൾ TV വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടാവും. ആ ഫോണിൽ ഒന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്താ പേര്? സൂരജ്. സൂരജ് എവിടെ നിന്ന് വിളിക്കുന്നു? തൃശ്ശൂര്. ഓക്കെ. എന്താ ചെയ്യുന്ന സൂരജ്? ആഹാ. വീട്ടിൽ ആരൊക്കെയുണ്ട് സൂരജ്? ഓക്കെ. ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? സൺഡേ പ്ലാൻസ്? ഓക്കെ. സ്വർണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്ലാനൊക്കെ വേണം കേട്ടോ. ഓക്കെ. അപ്പൊ എവിടെയാണ്, ഏത് നമ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? 60 എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് ടാസ്ക്. 60 യെസ് അവിടെ ഇരിപ്പുണ്ട്. യെസ്, 60 ഞാൻ കണ്ടെത്തി. 60ൽ ഇനി സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുവാണേ. അയ്യോ, ഇല്ലല്ലോ. 60 സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണേ. ഓക്കെ. അപ്പോൾ ഇനിയും വിളിക്കണേന്ന് പറയുമ്പോൾ ശരി കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഹലോ, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്?
ഞാൻ സന്ധ്യയാണ്. സന്ധ്യ എവിടുന്ന് വിളിക്കുന്നു? പറവൂര്, ആലപ്പുഴ പറവൂര്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സന്ധ്യ? എനിക്ക് 2 പിള്ളേര്. ആ, പിള്ളേര് എന്ത് ചെയ്യുന്നു? മോൻ 4-ലും മോൾ 1-ലും. അല്ല 1-ലും. രണ്ടുപേരും ചട്ടമ്പികളാണോ? ആ, 2 പേരും ചട്ടമ്പികളാണ്. അവിടെ ഉണ്ടോ ചട്ടമ്പികൾ? ഉണ്ട്. ഉണ്ട്. ആരാ നമ്പർ സെലക്ട് ചെയ്തത്? സന്ധ്യ തന്നെയാണോ? ആ, ഞാൻ തന്നെ. ഏതാ നമ്പർ? 31. ഈ നമ്പറിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഉണ്ട്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. മെയ് 31. ഓക്കെ, 31-ൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, 31 ഇവിടെ ഇരിപ്പുണ്ട് ബ്ലൂ ബോക്സിൽ. ഇനി സ്വർണ്ണം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ലെറ്റ്സ് സീ. സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് വിചാരിക്കാം. എന്തായാലും 31-ലും സ്വർണ്ണമില്ല. കുറേ ബോക്സസ് ക്ലോസ് ആയി. ഇനി വിളിക്കുന്നവർക്ക് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. കുറച്ച് നമ്പറിൽ നിന്ന് സെലക്ട് ചെയ്താൽ പോരെ. എന്തായാലും നമുക്ക് കോളർ ഉണ്ട്. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? ദിവ്യ. ദിവ്യ എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ദിവ്യ? 26 അല്ലേ? 26 ഇവിടെ ഇരിപ്പുണ്ട്. പച്ച ബോക്സ് ആണ്. ഈ നമ്പർ സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? മോൻ പറഞ്ഞു നല്ല നമ്പർ എന്നല്ലേ? ശരിയാ, നല്ലൊരു ലുക്ക് ഉണ്ട് നമ്പറിന്. സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 2626 സ്വർണ്ണം ഇല്ല. സാരില്ല കേട്ടോ, സ്വർണ്ണം ഇല്ല. ഓക്കെ. അപ്പോൾ നല്ല ലുക്കുള്ള നമ്പർ ആണെങ്കിലും അതിനകത്ത് സ്വർണ്ണം ഇല്ലായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കോള് കട്ടായി എന്ന് തോന്നുന്നു. സാരമില്ല. അപ്പോൾ സ്വർണ്ണവർഷം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഗെയിം ഷോ ആണ്. TV കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോണിലൊന്ന് വിളിക്കുക. കയ്യിൽ ഫോൺ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല അല്ലേ? TV കാണുമ്പോൾ TV വെറുതെ ഓണാക്കിയിട്ടൊക്കെയാണോ എന്ന് ചില സമയങ്ങളിൽ തോന്നും. ചില ആൾക്കാർ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ആ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഡയൽ ചെയ്ത് നമ്മളെ വിളിക്കുക. വിളിച്ചിട്ട് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഇഷ്ടമുള്ളതെന്ന് പറയാക്കൂല, കുറച്ച് ബോക്സസേ ഉള്ളൂ. ആ ബോക്സസിൽ ഏതെങ്കിലുമൊക്കെ നമ്പർ സെലക്ട് ചെയ്തിട്ട് എന്നോട് പറയാം. ഓക്കെ, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ആരാണിത്? സ്വരാജ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് സ്വരാജ്? അച്ഛനമ്മ, വൈഫ്, മോള്. എല്ലാരുമായിട്ട് TV കാണുകയാണോ? ഇന്ന് വൈകുന്നേരം എന്തൊക്കെയാണ് പരിപാടി? എന്തോ ആഘോഷം? ഓക്കെ, ഈസ്റ്റർ ആഘോഷം എങ്ങനെയാണ് വീട്ടില്? അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയൊക്കെ. പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടോ? പുറത്തോട്ട് ഇന്ന് പോകുന്നില്ല, അതിന്റെ ആവശ്യം അടുത്ത ദിവസങ്ങളിൽ പോകുന്നു. ഓക്കെ, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ? 63. ഓക്കെ, 63 പോയി എന്ന് എനിക്ക് തോന്നുന്നു. 63 ഇവിടെ ഉണ്ട്. എവിടെയും പോയില്ല, നടുക്കുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. ഓക്കെ, 63-ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. സോ തുറക്കുവാണേ. ഇല്ല, 63 സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, ഇനിയും വിളിക്കണം. അപ്പോൾ സ്വർണം കിട്ടിയില്ല. അപ്പോൾ ഇനിയും വിളിക്കുക. നിങ്ങൾ അവിടെ ഒരു സെലിബ്രേഷൻ മൂഡിലാണെന്ന് അറിയാം പല ആൾക്കാരും. അതിൻ്റെ കൂട്ടത്തിൽ സ്വർണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കുക. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഷീജ. ഇതിന് മുന്നേ വിളിച്ചോ? അതേ ഷീജ തന്നെ അല്ലേ? ഓക്കെ ഷീജ, ഇത്തവണ ഏതാണ് നമ്പർ? 57 അല്ലേ? 57. യെസ്, അവിടെ ഇരിപ്പുണ്ട് 57. സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇത്തവണ 57-ൽ ഷീജയ്ക്ക് ഭാഗ്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തുറന്നു നോക്കുമ്പോൾ ഒഴിച്ചോടാ, ഇത്തവണയും കിട്ടിയില്ല കേട്ടോ. ഷീജ. സാരമില്ല, ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ,
ചില ആൾക്കാർ 2-3 തവണ വിളിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല. ചില ആൾക്കാർ കുറച്ച് 2-3 തവണ ട്രൈ ചെയ്യുമ്പോൾ കിട്ടിയെന്ന് വരും. ചില ആൾക്കാർ ഒറ്റ കോളിൽ കിട്ടിയെന്ന് വരും അല്ലേ. ഓരോ ആൾക്കാരുടെ ആ ഒരു ടൈമും ഭാഗ്യമൊക്കെ പോലെ ഇരിക്കും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം ലക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ദിവസം ലക്ക് വരും. അതിലൊന്നും ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഈ കോളിൽ ലക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കോളിൽ ചിലപ്പോൾ ലക്ക് വന്നിരിക്കും. സോ ട്രൈ ചെയ്യുക എപ്പോഴും എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അത് തന്നെയാണ് സ്വർണ്ണവർഷം എന്ന് പറയുന്ന ഗെയിം. ഒറ്റ തവണ നിങ്ങൾ വിളിച്ച് ഗസ് ചെയ്യുന്നതല്ല, ഒരുപാട് തവണ വിളിച്ച് ഗസ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ആ വിളിച്ച് നിങ്ങൾക്ക് കിട്ടില്ലേ, അത് ആ ഒരു വാശിയും കാര്യങ്ങളും ഒക്കെയാണ് ശരിക്കും ഈ ഒരു സ്വർണ്ണവർഷം എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊരു കോളിലോട്ട് പോവാം. ഹലോ 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 ഹലോ, ഇതാരാ? ഹലോ ഞാനാണോ? ഞാൻ്റെ പേരെന്താ? ഞാൻ കാശിനാഥാണോ? ഓക്കെ, കാശിനാഥ് എത്രാം ക്ലാസ്സിലാ? ആ, എത്രാം ക്ലാസ്സിലാ കാശിനാഥ്? 5th. ഓക്കെ, കാശിനാഥ് എന്താ പരിപാടി സൺഡേ ആയിട്ട്? ഒന്നുമില്ലേ? അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലേ? എന്തോ ഈസ്റ്റർ ആയിട്ട് കരിമീൻ പപ്പോസോ? എനിക്ക് വയ്യ, എന്നെ കൊതിപ്പിക്കുകയാണല്ലോ പപ്പോസിന്റെ കാര്യമൊക്കെ പറഞ്ഞേ. എവിടെയാ വീട്? ഹരിപ്പാട്. ഓക്കെ, പക്ഷെ എന്തായാലും ഇനിയിപ്പോ അത്രയും ദൂരം വരുമ്പോഴേക്കും ഈ കരിമീൻ പപ്പാസൊക്കെ തീരുമല്ലോ. സാരമില്ല, ഇനിയിപ്പോ ഞാൻ ഡസ്പായി. എന്തായാലും കുഴപ്പമില്ല, ഇവിടുന്ന് എങ്ങനെ വാങ്ങി കഴിക്കാം. എന്തോ പറയുന്നേ? കട്ടായില്ല. ഏതാ നമ്പർ? ഹലോ, 48. 48 സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാൻ പോവാണേ കാശിനാഥ്. സ്വർണ്ണമുണ്ടോ? ഇല്ല. സാരമില്ല കേട്ടോ, സ്വർണ്ണം ഇല്ലേ കാശിനാഥേ, സ്വർണ്ണം ഇല്ല കേട്ടോ. സാരമില്ല, പോട്ടെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ്. ഹലോ, ഒരു പാട്ട് പാടാൻ പറ്റുമോ കാശിനാഥിന്? അപ്പൊ പാടിക്കേ, കേക്കട്ടെ. പോരട്ടെ, ആലോചിക്കുക അല്ലേ. എന്തോ ഒരു കവിളിലാവണ്യം ഇന്നൽ കവിളിലാളം വാചാലം ശാന്തരാഗങ്ങളേറ്റു പാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി പാമുഖങ്ങളേതൊന്നു ശ്യാമമേഘങ്ങളും പാവിഴമാലയേ നീ പെയ്യുമോ ഇന്നിനാളേ നീ ഓടുമോ എൻ പതിമതികളുടെ മലരുടെ അഴകിലെ നാളങ്ങളെ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴയിൽ നീളം വർണ്ണം പോയി അടിപൊളി. ഇത്രയും കുഞ്ഞായിട്ട് ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. അടിപൊളി. ഇനിയും കണ്ടിന്യൂ കേട്ടോ, പാട്ടൊക്കെ നന്നായിട്ട് പാടി. അപ്പൊ ഇനിയും വിളിക്കണം, അടുത്ത തവണ നമുക്ക് സ്വർണം നേടണം. ഓക്കെ, താങ്ക് യു, ടാറ്റാ. അപ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു പാട്ട് കേട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നത് അല്ലേ. നല്ലൊരു പാട്ട് കേട്ടു, ഇനിയിപ്പോൾ നമുക്ക് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് സ്വർണ്ണം കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ജയകുമാർ, ജയ, ഗോപിക എല്ലാവർക്കും അടിപൊളി കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ സ്വർണ്ണം കിട്ടാത്തവർ ആരും വിഷമിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് സ്വർണ്ണവർഷത്തിൻ്റെ എപ്പിസോഡിൽ സ്വർണ്ണം നേടാലോ. അപ്പോൾ കാത്തിരിക്കുക നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി. ഇന്നത്തേക്ക് ഞാൻ പോവാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഈസ് ശിൽപ സൈൻ. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ.